വഹാബിസത്തിന് വേണ്ടി പ്രസംഗിച്ച് നടക്കുന്നവർ, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പ്രസംഗിച്ച് നടക്കുന്നവർ, അങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കളോട് പോലും നിങ്ങൾക്കാരാണ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും സമസ്ത. ആരാണ് നിങ്ങൾക്ക് അറബിയിലെ അക്ഷരങ്ങൾ പഠിപ്പിച്ചത്, നിസ്കാരത്തിന്റെ കൈഫിയത്ത് പഠിപ്പിച്ചത്, വുളു ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സകല ബിദ്അത്തിന്റെ നേതാക്കൾക്കും പ്രഭാഷകർക്കും സംഘടനാ പ്രവർത്തകർക്കും പറയാനുണ്ടാവുക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നാണ്. പുതിയ തലമുറയിൽപ്പെട്ട അവരുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ അവരുണ്ടാക്കിയ ഏതാനും മദ്രസകളിൽ പഠിച്ചത് പറയാനുണ്ടാകും. 10,700 വരുന്ന മദ്രസകൾ, അത് ചെറിയതാണോ ആ കണക്ക്? സമസ്ത വിശദീകരിക്കുന്ന ഏതൊരു സദസ്സിലും നമ്മൾ കേൾക്കും സമസ്തയുടെ മദ്രസകളുടെ കണക്ക്. 10,700 വരെ ഒന്ന് എണ്ണി തീർക്കണമെങ്കിൽ വെറുതെ ഇവിടെ ഇരുന്നിങ്ങനെ എണ്ണ 1, 2, 3, 4 നിങ്ങളാരെങ്കിലും തയ്യാറാവോ? 10,700 മദ്രസകൾ, അത് മിക്കവാറും സ്വന്തം കെട്ടിടങ്ങളിൽ. കേരളത്തിലുള്ള മദ്രസകളൊക്കെ സ്വന്തം കെട്ടിടങ്ങളിലാണ്. സ്വന്തം കെട്ടിടമല്ലാതെ മദ്രസകൾ പ്രവർത്തിക്കുന്നത് വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന സമസ്തയുടെ മദ്രസകൾ കണ്ടാൽ സൗദിയിലും UAE-യിലും ബഹ്റൈനിലും കുവൈത്തിലും ഒമാനിലും അങ്ങനെയുള്ള ഓരോ ഗൾഫ് രാജ്യങ്ങളിലും ഖത്തറിൽ ഉൾപ്പെടെ ഓരോ മദ്രസകൾ നമ്മൾ ചെന്ന് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. വിശാലമായ സൗകര്യങ്ങളും, നൂറുകണക്കിനല്ല പല മദ്രസകളിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന വിശാലമായ സൗകര്യങ്ങൾ കേരളത്തിലും പുറത്തും സംവിധാനിച്ചു. ലണ്ടനിൽ 300ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന മദ്രസയുണ്ട് UK-യിൽ. അത്രത്തോളം വിശാലമായ ഒരു ദീനി പ്രവർത്തനം കേരളത്തിലെ മുസ്ലിം സമുദായം, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നടത്തിയത് ഒരു വിശുദ്ധമായ പാരമ്പര്യത്തിന്റെ അടിത്തറയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും സമസ്ത എന്ന് പറയുന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനവുമായി കടപ്പെട്ടിരിക്കുന്നു.